അപ്പൊ ഞങ്ങൾ ഇന്ന് വാഗമൺ പോവാണ്. അപ്പൊ അമലു, അച്ചു, മെൽവി ഉണ്ട്. മെൽവി എന്താണത്? മെൽവിന്റെ അപ്പൊ ഗൗതമാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് 2 താറോക്സ് ആയിട്ടാണ് പോണത്. വാഗമണില് എവിടെ എന്നൊരു ചോദ്യത്തിന് ഉത്തരം നമുക്കില്ല. കാരണം പ്രത്യേകിച്ച് ഒരു ഐഡിയയിലാണ് നമ്മൾ പോണത്. നമ്മൾ 2 വണ്ടിക്കാണ് പോകണത്. അമലും മിന്നും വിക്കിയും നന്ദും ഒക്കെ വേറെ വണ്ടിയിലുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഓഫ് റോഡ് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പോണത്. കുറെ നാളെ വിചാരിക്കുന്ന 2 വണ്ടിയായിട്ടും ഒരുമിച്ച് പോവാന്ന്. അപ്പൊ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പൊ നമുക്ക് വീഡിയോ ആണ്. വ്ളോഗ് എടാ, നിങ്ങളെല്ലാരും ഹുഡിയുള്ള ഗൗതം ഹുഡി, മെൽവിൻ ഹുഡി. എടാ ബ്ലാക്ക് എന്തുട്ടാ തീ വെച്ച്? അതിലുണ്ട്. മെൽവി ഇതെടുത്തോടാ. എന്താടാ എന്താടാ? എടാ കുഞ്ഞു കൊച്ചല്ലേ, പിള്ളേര് അവിടെ കുറെ. എല്ലാരും ബ്ലാക്ക് എല്ലാരും ബ്ലാക്ക്. നമുക്ക് ഓക്കെ. മറ്റേ മല്ലിക പട്ടി ഫ്രീ ഇവർക്കൊക്കെ വയ്യ. ഇത് വ്ലോഗ് കണ്ടെടുക്കണേ. ഹായ്, ഇവിടെ ഫോട്ടോ എടുത്താലേ 2 അറിഞ്ഞ്. ഹായ്, ഇത് ഏതി മദാമ? ഇല്ല, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നു. അതെ, നല്ല തണവെന്ന്. ഏച്ചിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാ ചെറുക്ക. അതെന്താണ് ഈ പോണത്? എന്റെ ഷൂസ് നോക്കി. കണ്ണ് കാണില്ല എന്റെ ഷൂസ് നോക്കിയിട്ട്. ഇതെനിക്ക് ഇതെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗൗതം പറഞ്ഞ് ഇതിട്ട് കണ്ടില്ലെങ്കിൽ ശരിയാക്കി തരാന്ന്. നമ്മളെവിടെയാണ്? അതിലാണോ കയറുന്നത്? ഇവിടെയാണോ കയറുന്നത്? ഇത് കയറാം ഗൈസ്. ഞങ്ങൾ ഇങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. ഇവിടെ എവിടെയോ നമുക്ക് അവനെ ഏതോ പെണ്ണിനോട് സംസാരിക്കുന്നു. നമ്മളപ്പോൾ ഇങ്ങോട്ടേക്ക് കയറാന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, കയറാൻ പറ്റൂലെന്ന് കണ്ടറിയാം. യെസ് ആണല്ലേ? ശ്രദ്ധിച്ചോ, ആ മലയുണ്ടല്ലോ, ഏത് ആ മല ശ്രദ്ധിച്ചോ. അവിടെ നമ്മ ഇങ്ങാട് കൂടി എടുക്കും. അത് ശരിയാ. ഇവനിവിടെ കേട്ടെ, ഞങ്ങൾ അവിടെ കേറുമ്പോ ഇങ്ങനെ ഇറങ്ങി വരാമെന്ന് അറിഞ്ഞോടാ. ആണല്ലേ? അന്ന് ഇവിടെ നിന്നിട്ട് റോഡിന്റെ ഭംഗിയാണ്. അതെ, ആണ് നമ്മുടെ 2 വണ്ടികൾ. നമ്മൾ ഇത് കയറാൻ പോകുന്നു. ചേട്ടൻ പറഞ്ഞു ഒറ്റ ചവിട്ടിന് കയറ്റ ബൈക്ക് ഓടിക്കുക ചെയ്യുന്നത്.
അവന്മാരിക്കുന്നു. അതെന്താ ഇതാണ് ഈ വഴിയല്ലേ? ഇത് പല റീലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ രസ്റ്റർ കത്തി കിടക്കുന്ന സാധനം. വേറെ ഫോൺ ഉണ്ടോ ഇത് എടുക്കാൻ? ഇത്ര ക്ലാരിറ്റി കിട്ടൂല റീഡിങ് എടുക്കാൻ. അതിന് ഈ സാധനം മാത്രം. അയ്യോ എന്റെ പൊന്ന്. ടൂ വീൽ ഡ്രൈവിലോ പോണേ വന്നിട്ടില്ലല്ല, ആവശ്യം വന്നിട്ടില്ലല്ലേ ഇനി. ഇനിയൊരു പറയാൻ പറ്റില്ല, ഡിപ്പെൻസ്. ഇനിയും കയറാനുണ്ടോ? വണ്ടി എത്തിയില്ലേ? അതാ എവിടെ എന്തോ പക്ഷെ കടി ഉണ്ടാക്കട കട. വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നടന്നു പോവാം. എന്നിട്ട് ആദ്യം വണ്ടി കയറുമോ നമുക്ക് നോക്കാം. വണ്ടി കയറുമെന്നുള്ളത് നോക്കി വരാം നമുക്ക്. എന്നിട്ട് നമുക്ക് വണ്ടിയും കൊണ്ട് പോവാം. ഇനി എങ്ങോട്ടാണ് നമ്മൾ? ഇങ്ങോട്ടേക്കാണ് ബോയ്സ്. ഇനി ഇങ്ങോട്ട് പോകാം എന്നാണ് പറയുന്നത്. എന്താണ്? നമ്മൾ നേരെ അതെ ഓക്കെ. ഇവിടെ നിന്ന് ഇറങ്ങൂ. അമ്മയില് എന്താണ് അതിനെ കുറിച്ച് 2 വാക്ക് പറയാ? അയ്യോ പോട്ടെ, നമുക്കപ്പോൾ ബാ. നമ്മളപ്പോ അങ്ങോട്ട് പോവാണ്. തന്നെയാണ് നമ്മുടെ വണ്ടി നോക്ക്. 35 കേട്ടുണ്ട്. എന്താണ് പോയി നോക്കാം. ഓക്കെ മറ്റേ താറാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ആ കേറി പോവാ എന്നുള്ളത്. വണ്ടി എങ്ങനെയാ നമുക്ക് അറിഞ്ഞൂടല്ല. ട്രൈ. ഓക്കെ ഏയ് വേണ്ട വേണ്ട, ഇറങ്ങുന്നു വേണ്ട. ഇറങ്ങി നോക്കണം കേട്ടാ. പോട്ടെ 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 പോട്ടെ. ഓ എന്താണ് ഇതിനെ കുറിച്ച് 2 വാക്ക് പറയാനുള്ളത്? കഷ്ടപ്പെട്ടോ നേരത്തെ അവിടെ? കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ ഈ വണ്ടി ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ. പഴയ താറായിരുന്നെങ്കിൽ ഏത് കുന്നും വരെ നമുക്ക് പോകാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ വണ്ടി നമ്മുടെ സെറ്റപ്പ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വന്നാലേ ഉള്ളു. അപ്പൊ അതിന്റേതായ ഒരു ഇതിന്റെ ടയറിനെ കുറിച്ച് 2 വാക്ക്. ടയറ് പോരാ. ടയറ് ഇങ്ങനത്തെ ഓൾ ടെറൈൻ ആണെങ്കിലും ഒരു ഗുമ്മില്ല. ബട്ട് ഇങ്ങനത്തെ റോഡ്സ് ഒക്കെ കുഴപ്പമില്ല. പക്ഷെ ഇത്തിരി റഫ് പാച്ചസ് വരുമ്പോ ടയർ ഇങ്ങനെ പിടിക്കാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ട്. നോക്കാം.
ഗൈസ് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. എന്താടാ ഇതാണ് കുലുക്കുമല. നമ്മുടെ മറ്റേ ധാര അവിടെ കിടക്കുന്നുണ്ട്, അത് നമ്മൾ കയറ്റിയില്ല. പോന്നോ ഗൈസ്. ഞങ്ങളങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അത് ഇവിടെ നിന്ന് കയറുകയും ചെയ്തു ഇറങ്ങുകയും ചെയ്തു. എളുപ്പം നല്ല ടയർ പിടിക്കണ്ടായിരുന്നില്ല അല്ലേ? അപ്പോ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി ഫുഡൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താന്ന് അറിഞ്ഞോടാ. അപ്പൊ ബാക്കി വീഡിയോസ് കാണാം. ബൈ. ഗൈസ് ഞങ്ങളപ്പോ ഫുഡൊക്കെ കഴിച്ചു. ഇതിപ്പോ നമ്മ വരാട്ടുമേട് പോണ്. ഇവിടെ നിന്ന് ഒരു 9 കിലോമീറ്റർ അല്ലേ കാണിച്ച്? എന്ത് ആണോ? ഈ സമയത്തൊന്നും കയറ്റൂല. അപ്പൊ സൺസെറ്റ് കാണാൻ പറ്റൂല. അപ്പൊ നോക്കാം, അറിഞ്ഞോടാ. അപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റുമെന്ന് അറിഞ്ഞോടാന്നാ പറയുന്നത് ഗൗതമ്. ഞാൻ ആദ്യമായിട്ട് പോണാണ്, ഞാൻ പോയിട്ടൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് അതിന് മുന്നേ പോയിട്ടുണ്ടെന്ന്. ഞാനിങ്ങനെ റീലൊക്കെ കാണാറുണ്ടായിരുന്നു. നമുക്ക് നോക്കി നോക്കാം പോവാൻ പറ്റൂലെന്നൊക്കെ. അപ്പൊ ഞങ്ങത് ഫ്രണ്ടിലാ മെല്ലെ വണ്ടി ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോ ഇറങ്ങിയുള്ളൂ. അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. ആല കാണുമ്പോ അവിടെ ലെഫ്റ്റ് കോൺക്രീറ്റിലോട്ടാണ്. അവിടെ കുറച്ചുകൂടെ താഴേക്ക് പോയി കഴിയുമ്പോ ലെഫ്റ്റിലേക്ക് ഒരു മണ്ണിട്ട റോഡ് കഴിയുമ്പോ ഈ ഇതിന്റെ മഴയുടെ അപ്പുറം വരുന്ന പറഞ്ഞത്. അപ്പുറം ഇറങ്ങി മേലേക്ക് കയറാം. എല്ലാ വണ്ടിയും പോകുന്നു. നീ തന്നെ ഒരു വട്ടം കൂടി പറഞ്ഞേ. അവര് നമ്മളെ കണ്ട് നിർത്തിയതാന്ന് പറഞ്ഞു, ചോദിക്കാൻ നിർത്തിയതല്ലായിരുന്നു. അവര് വരട്ടെ. ആ വീഡിയോ എടുക്കണം. അതിനുള്ള അവസരം കിട്ടിയില്ല. ഗൈസ് ഞങ്ങൾ ഒരു ചേട്ടനോട് വഴി ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് റോഡിന്റെ അവസ്ഥ. ഒരു മണ്ണിട്ട റോഡെന്നാ പറഞ്ഞത്. നമുക്ക് ആ മലയുടെ എവിടെ ആ മലയുടെ മേലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മളത് ഇവിടെ ഒരു മണ്ണിട്ട റോഡിലെത്തി. അപ്പുറത്തേക്ക് എത്തണം.
മേൽവി ഇറങ്ങി മോള് നടന്നിട്ട് വഴിയില്ല നോക്കിട്ട് വരും. നോക്ക്, ഇതാണ് നമ്മുടെ വ്യൂ. നമ്മളൊരു വണ്ടി ഇവിടെ എത്തി, അടുത്ത വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. തണക്കുന്നുണ്ടോ മുത്തിന്? ചെറുതായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങോട്ടുള്ള ഓഫ് റോഡിനെ? ഞങ്ങക്ക് കേറാൻ മാത്രല്ല ഗൗതം അവിടെ നിക്കണോക്ക്. ഇനി ഇതെങ്ങനെ കയറ്റാന്നുണ്ട് ആലോചിക്കുന്നത്. കണ്ട ഈഗോ ഹട്ടായി. അവിടെ ഒരു വണ്ടി കയറണ്ട നോക്കിക്കുന്നു. കൊള്ളാല്ലേ സാധനം? കൊള്ളാം. അതമ്മേ നോക്കിയെടുക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വാഗമൺ പോവാ, എവിടെ പോവാന്നൊന്നും പ്ലാനിങ്ങുണ്ടായിരുന്നില്ല. അപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാവിലെ ഉച്ച ടൈമിൽ നല്ല ചൂടാണെങ്കിൽ കൂടി തന്നെ ഇപ്പം നല്ല തണുപ്പാണ്. ഇതിന് ചായ കുടിക്കാം. ഗൈസ്, ഞങ്ങളത് വരാട്ടുമേടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ടാസ്ക്കാണ്. രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ടൈം എത്രയും 6 ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. പിന്നെ പതുക്കെ ഗൗതമേ, ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. എന്ത് തോന്നി? താറോക്സ് കൊള്ളാം. ഒന്ന് മീൻസ് നമ്മുടെ പഴയ താറ് പോലെ അല്ല, കുറച്ച് ഇച്ചിരി കൂടി പണിയെടുക്കണം. മറ്റേത് നമുക്ക് ഈസി ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് കുഴപ്പമില്ല. എന്നാലും സീനില്ല. അടിപൊളിയായിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ലാത്തോണ്ട് തന്നെ പക്ഷെ അടിപൊളിയായിട്ട്. ഞങ്ങള് ഓൾറെഡി ഇറങ്ങി വിടുന്ന്. ഇപ്പൊ വേറെ വണ്ടികൾ കേറിക്കൊണ്ടിരിക്കുന്നു. ഒരു പജേറോ പൊക്കോണ്ടിരിക്കുന്നു. ഇന്നത്തെ ട്രിപ്പ് അടിപൊളി സർ, അടിപൊളി ട്രിപ്പ്. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ഓടി കയറി വൈബായിരുന്നു. അവന് മന്തി കഥ മാത്രം പറയാനുള്ളൂ. മസ്റ്റായിട്ടും ഇതൊക്കെ എക്സ്പീരിയൻസ്. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഈ വഴിയൊക്കെ. ഇത് ഇവിടെ ചോദിച്ചു പോണം. ഈ ടൈമും ഒരു പ്രത്യേക, ഈ ഒരു ടൈമും പ്രത്യേക, ഈ ക്ലൈമറ്റ് അടിപൊളിയാണ്. അത് മാത്രല്ല, ഈ സ്ഥലമൊക്കെ ഇനിയിപ്പോ അധികം നാളെ നമുക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏറ്റവും ടോപ്പിൽ ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എന്തൊരു സംഭവം പോലെ വാച്ച് ടവർ പോലെയൊക്കെ അവന്മാര് പണിയുന്നുണ്ട്. സോ മേ ബി ഈ റോഡ് മൊത്തം ചിലപ്പോ ടാർ ചെയ്തേക്കാം. അപ്പൊ ഈ പറയണ സുഖമൊന്നും ഉണ്ടാവൂല. നമുക്ക് മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അത് കിട്ടിയെന്ന് വരൂല ചിലപ്പോ. അതെ, കിട്ടിയെന്നില്ല. കാരണം വേറത്തെ കേസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ ഈ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്താ വണ്ടിയെല്ലാം കയറുന്നുണ്ടോ? വണ്ടി കയറുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ ടാസ്ക് ഗൈസ്. ഇതാണ് ഇവിടുത്തെ ടാസ്ക്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആകെ ഒരു വണ്ടി, ഇപ്പോ ഒരു താറോക്സ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പ് വണ്ടി ഇറങ്ങാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി വന്നപ്പോ ഒതുക്കി നിർത്തിയേക്കാണ്.
മറ്റേതുപോലെ പുറത്തുനിന്ന് എടുക്കാനും അടിപൊളി. യെസ്, അങ്ങനെ നമ്മളൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും വീടൊക്കെ എത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.